കടലിനും മനുഷ്യർക്കുമിടയിലൂടെ ഫിഷറീസ് വകുപ്പ്. കടലോരങ്ങളിൽ വലയെറിയുന്നതുപോലെ അവർ അനേകായിരങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നു. കുത്തിയൊഴുകുന്ന പ്രളയജലത്തിനു മുകളിൽ മരണം കാത്തുകിടന്നവർ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു. കേരളം ദുരന്തമുഖത്തുനിന്ന് പങ്കായം കൊണ്ട് പുതുചരിത്രമെഴുതി. പ്രളയം മുക്കിപ്പിടിച്ച കേരളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കരയ്ക്കുവെച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നാട് പുതിയ പേര് ചാർത്തി. കേരള സൈനികർ. കടലിനോടും ജനിച്ച മണ്ണിനോടുമുള്ള പ്രണയം ഈ ജനതയുടെ വികാരമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നാടിന്റെ മക്കൾക്കു വേണ്ടി കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും കഴിഞ്ഞ 9 വർഷമായി അവർക്കൊപ്പം തന്നെയുണ്ട്. മത്സ്യമേഖലയുടെ ആഭ്യന്തര ഉൽപാദന വളർച്ചാതോത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുമായുള്ള പദ്ധതികളാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. 3935.41 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തുകയും 3494.2 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായി 3935.41 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുകയും കഴിഞ്ഞ വർഷം വരെ 3494.22 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 450 കോടി രൂപ കൂടി ചെലവഴിക്കുമ്പോൾ ആകെ അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ തുക ഫിഷറീസ് മേഖലയിൽ ചെലവഴിച്ചു എന്ന അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി പെൻഷൻകാർക്കുമുണ്ടാകുന്ന ഗുരുതര രോഗങ്ങൾക്ക് 5 വർഷത്തേക്ക് തുടർച്ചയായ സഹായം നൽകുന്ന സാന്ത്വന തീരം പദ്ധതി നടപ്പിലാക്കി. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 1,80,000 മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് വകുപ്പിന്റെ സമ്പാദ്യ സമാശ്വാസ സഹായ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നുണ്ട്. ഇത് 2015-ൽ 2,700 രൂപയായിരുന്നത് 4,500 രൂപയായി വർദ്ധിപ്പിച്ച് നടപ്പാക്കി. KSRTCയുമായി ചേർന്ന് മത്സ്യവിൽപ്പനക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി 3 ലോ ഫ്ലോർ ബസ്സുകളാണ് സൗജന്യമായി സമുദ്ര എന്ന പേരിൽ സർവീസ് നടത്തുന്നത്. വിഴിഞ്ഞത്തു നിന്ന് 2ഉം പൂന്തുറയിൽ നിന്ന് 1 വീതവും ബസ്സുകളുണ്ട്. 50 മുതൽ 100 വരെ മത്സ്യവിപണന തൊഴിലാളികൾ പ്രതിദിനം സേവനം പ്രയോജനപ്പെടുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഇൻഷുറൻസ് പരിരക്ഷ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യയിലാദ്യമായി 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷത്തിലേക്ക് നമ്മൾ ഉയർത്തി എന്നതും ശ്രദ്ധേയമാണ്. സമ്പാദ്യ സമാശ്വാസ സഹായ പദ്ധതി 2,700 രൂപയിൽ 4,500 രൂപയെ വർദ്ധിപ്പിച്ചത് ഈ കാലയളവിലാണ്. ഏതാണ്ട് പ്രതിവർഷം 1,80,000 മത്സ്യത്തൊഴിലാളിക്ക് ഈ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വനിതാ മത്സ്യവിൽപ്പന മേഖലയിൽ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് സൗജന്യമായ സമുദ്ര ബസ് സർവീസുകൾ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിച്ചു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് മത്സ്യം വിപണന കേന്ദ്രത്തിൽ എത്തിക്കാനും വിപണന കേന്ദ്രത്തിൽ നിന്ന് സുരക്ഷിതമായി സൗജന്യമായി വീട്ടിലെത്താനും കഴിയുന്ന ഏറ്റവും മാതൃകമായ ഒരു പദ്ധതിയാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കുന്നത്. കടലേറ്റമില്ലാത്തിടത്ത് സ്വന്തമായൊരു സുരക്ഷിത വീട് എന്നത് മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നമായിരുന്നു. ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്ക് മുൻപിൽ ഒരു മത്സ്യത്തൊഴിലാളി പോലും ഉറങ്ങാതിരിക്കരുതെന്ന ലക്ഷ്യത്തോടെ പുനർഗേഹം പദ്ധതി നടപ്പിലാക്കി. അതിലൂടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. 2,450 കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. ഇതിനകം പദ്ധതിയിൽ 5,338 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. മുട്ടത്തറ, കാരോട്, ഭീമാപ്പള്ളി, പൊന്നാനി എന്നിവിടങ്ങളിലായി 468 ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകി. വേലിയേറ്റ മേഖലയിൽ നിന്നും 50 മീറ്റർ ഉള്ളിൽ അധിവസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന 2,450 കോടി രൂപയുടെ പദ്ധതി വളരെ ഫലപ്രദമായിട്ടാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കി വരുന്നത്. ഇതുവരെ 5,338 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്.
കൂടാതെ മുട്ടത്തറ, കാരോട്, ഭീമാപ്പള്ളി, പൊന്നാനി എന്നിവിടങ്ങളിലെ 56 കോടി രൂപ ചെലവിൽ 468 ഫ്ളാറ്റുകൾ ഇതിനോടകം നിർമ്മിച്ച് നൽകി കഴിഞ്ഞു. 3561 ഭവനങ്ങൾ വകുപ്പ് വഴിയും 3547 ഭവനങ്ങൾ ലൈഫ് മിഷൻ വഴിയും ഇതിനോടകം തന്നെ ഈ ഗവൺമെൻറ് കാലത്ത് നമുക്ക് നൽകാൻ കഴിഞ്ഞു. അവശേഷിക്കുന്ന ഭവനരഹിതരായ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന വലിയ തുക 400 ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. 2 മാസത്തിനുള്ളിൽ അത് മത്സ്യത്തൊഴിലാളിക്ക് കൈമാറാൻ പറ്റും. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുവാൻ മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പരമ്പരാഗത രീതികളിൽ നിന്നു മാറി പെട്രോൾ, ഡീസൽ, LPG തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള എഞ്ചിനുകളിലേക്ക് മാറുന്നതിന് സർക്കാർ ധനസഹായം നൽകി. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി. പ്രീമിയം തുകയുടെ 90% സർക്കാർ വഹിക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കി. മത്സ്യബന്ധനത്തിലേർപ്പെടുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ 40,000 ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ്, GPS, VHF എന്നിവയും മത്സ്യം കേടുകൂടാതെ കരക്കെത്തിക്കാൻ ഐസ് ബോക്സും സർക്കാർ സഹായത്തിൽ നൽകി. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾ, റിവോൾവിംഗ് ഫണ്ട്, മത്സ്യത്തൊഴിലാളികളെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ പുതിയ നിയമം, ഹാർബറുകളുടെ നവീകരണം തുടങ്ങി തീരദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. തീരദേശത്തെ 1000 കോടി രൂപയുടെ റോഡ് വികസനം, സ്വാഭാവിക കടൽ തീരം സംരക്ഷിക്കുവാൻ ജിയോ ട്യൂബ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കടൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കടലിനടിയിൽ കൃത്രിമമായ പാരുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ്, കോവിഡ് എന്നിവ മൂലം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 180 കോടി രൂപയുടെ ധനസഹായം നൽകി. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പാടാക്കി. പ്രീമിയം തുകയുടെ 90% സർക്കാർ സൗജന്യമായി നൽകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 57 തീരദേശ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 66.35 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു. വിദ്യാതീരം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെഡിക്കൽ, സിവിൽ സർവീസ്, ബാങ്ക് ടെസ്റ്റ് പരീക്ഷാ പരിശീലനം എന്നിവ നൽകി വരുന്നു. തീരദേശത്തു നിന്നും 85 ഡോക്ടർമാരെയാണ് വിദ്യാതീരം പദ്ധതിയിലൂടെ വാർത്തെടുത്തത്. മാതാപിതാക്കൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് അവരുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തു. മത്സ്യബന്ധന സമുദ്ര ഗവേഷണ ശാസ്ത്ര പഠനത്തിനായി കേരള സർക്കാർ സ്ഥാപിച്ച കുഫോസ് എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന സർവകലാശാലയാണ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല. ഫിഷറീസും അനുബന്ധ വിഷയങ്ങൾക്കുമായി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയാണിത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് യൂണിവേഴ്സിറ്റി പഠനത്തിൽ 20% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി ഫിഷറീസ് വകുപ്പ് കേരള നോളജ് ഇക്കോണമി മിഷന്റെ സഹകരണത്തോടെ തുടങ്ങിയ തൊഴിൽ പദ്ധതിയാണ് തൊഴിൽ തീരം. പ്രതിഭാതീരം പദ്ധതിയിലൂടെ 75 തീരദേശ വായനശാലകൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നതിനും കുട്ടികൾക്ക് പഠനസഹായമൊരുക്കുന്നതിനും സർക്കാർ എന്നും ഒപ്പമുണ്ട്. ക്ഷേമ പദ്ധതി നിരീക്ഷണം, ആനുകൂല്യ വിതരണം, മത്സ്യബന്ധന കൃഷി വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികളുടെ സമഗ്രമായ വിവരശേഖരണത്തിനും ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗജന്യ വിദ്യാഭ്യാസ പരിഷ്കാരം. വിദ്യാതീരം പദ്ധതിയിലൂടെ മെഡിക്കൽ, സിവിൽ സർവീസ്, ബാങ്ക് ടെസ്റ്റ് പരീക്ഷകളടക്കം പരിശീലനം നൽകുകയും അതിൻ്റെ ഫലമായി ധാരാളം പ്രൊഫഷണലുകളെ തീരദേശ മത്സ്യമേഖലയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് ഇന്ന് സൗജന്യമായി പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ചെയ്തു വരുന്നുണ്ട്. തൊഴിൽ തീരമെന്ന ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. 37,000 തൊഴിൽ രഹിതരായ ആളുകളാണ് ഇതിനോടകം നമ്മുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പരിശോധിച്ച് 25,000-ഓളം ആളുകളെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തി. അതിൽ 3,000 പേർക്കുള്ള പരിശീലനം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ച് നടപ്പാക്കി തുടങ്ങി. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ മത്സ്യബന്ധനമല്ലാതെ മറ്റൊരു തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം എത്തുക എന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നാം ഇന്ന് ആവിഷ്കരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ ആനുപാതികമായ വർധനവ് കൊണ്ടുവരിക, സംസ്ഥാനത്തെ മത്സ്യവിപണനം വിപുലീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 55-ലധികം മത്സ്യ മാർക്കറ്റുകൾ നിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തുവരുന്നു. ആലുവയിലും കോഴിക്കോടും 50 കോടി രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മാർക്കറ്റുകൾ
അതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യവിപണന ഔട്ട്ലെറ്റുകൾ, മത്സ്യഫെഡിന്റെ അന്തിപ്പച്ച വാഹനം, ലൈവ് ഫിഷ് യൂണിറ്റ് എന്നിവയും നേട്ടത്തിന്റെ പട്ടികയിലുണ്ട്. മത്സ്യബന്ധന ഹാർബറുകളുടെ നടത്തിപ്പിനും പരിപാലനത്തിനുമായി സംസ്ഥാനത്തെ പ്രധാന ഹാർബറുകളിൽ മാനേജ്മെന്റ് സൊസൈറ്റികൾ രൂപീകരിച്ചു. കാസർഗോഡ്, അഴീക്കോട്, പൊന്നാനി, തോട്ടപ്പള്ളി തുടങ്ങിയ 4 ഫിഷറി സ്റ്റേഷനുകൾ പുതിയതായി ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 18 കോടി രൂപ ചെലവിൽ 3 ആംബുലൻസുകളാണ് അനുവദിച്ചത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി ആധുനിക സൗകര്യങ്ങളുള്ള ബോട്ടുകൾ നൽകി. കേരളത്തിലെ 27 ഹാർബറുകളിലും ഭൂരിപക്ഷം വരുന്ന ഹാർബറിൽ നവീകരണ പ്രവർത്തനം നടത്തുന്നു എന്ന് മാത്രമല്ല, ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികൾ ഈ കാലയളവിൽ നമ്മൾ രൂപീകരിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള ഹാർബറുകൾ എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഹാർബറുകളെ നവീകരിച്ചുയർത്താനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തി വരുന്നത്. 4 ഫിഷറി സ്റ്റേഷനുകൾ കാസർഗോഡ്, അഴീക്കോട്, പൊന്നാനി, തോട്ടപ്പള്ളി എന്നിവിടങ്ങളിൽ പുതിയതായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിക്കാൻ കഴിഞ്ഞു. ആകെ ആഭ്യന്തര ഉൽപാദനത്തിൽ മത്സ്യമേഖലയുടെ പങ്ക് 2014-15 1.37%. 2023-24 1.51% ഇത് വർദ്ധിച്ചിട്ടുണ്ട്. മത്സ്യകൃഷിയിലൂടെയുള്ള ഉൽപാദനം 2015 30,000 ടണ്ണിൽ താഴെയായിരുന്നത് ഇപ്പോൾ 41,000 ടണ്ണാക്കുവാൻ കഴിഞ്ഞു. തരിശായി കിടക്കുന്ന ജലാശയങ്ങളിൽ മത്സ്യകൃഷി ആരംഭിക്കുന്ന എംബാങ്ക്മെന്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കായൽ ജലാശയങ്ങൾ, ജലസംഭരണികൾ എന്നിവിടങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കരിമീൻ, വരാൽ, ഗിഫ്റ്റ് തുടങ്ങിയ മീനുകളുടെ കൂടു മത്സ്യകൃഷി ആരംഭിച്ചു. പ്രദേശവാസികൾക്ക് തൊഴിൽ ലഭിക്കുകയും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിത്തം, കുറച്ച് കാര്യങ്ങൾ, വീട്ടിലെ ചെലവുകൾ ഇതെല്ലാം ഇതിൽ തന്നെയാണ് നടന്നു പോകുന്നത്. കുട്ടനാട് സംയോജിത മത്സ്യകൃഷി പദ്ധതി ആരംഭിച്ചു. അലങ്കാര മത്സ്യകൃഷിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ 1000-ലധികം യൂണിറ്റുകൾക്ക് ധനസഹായം നൽകി. ഹാച്ചറികൾ നവീകരിച്ചും പുതിയവ ആരംഭിച്ചും മത്സ്യവിത്തുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. കൂടാതെ മത്സ്യകൃഷി വിജ്ഞാന വ്യാപനത്തിനും രോഗനിർണയത്തിനും പരിശീലനത്തിനുമായി അക്വേറിയം, അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബ്, 3D തിയേറ്റർ, കുട്ടികളുടെ പാർക്ക്, പരിശീലന ബോധവൽക്കരണ കേന്ദ്രം എന്നിവ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എംബാങ്ക്മെന്റ് എന്ന പദ്ധതി വളരെ വിജയകരമായിട്ടാണ് നാം നടപ്പാക്കി വരുന്നത്. 1000-കണക്കിന് ടൺ മത്സ്യം ഇതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ഉൾനാടൻ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ശീതീകരിച്ച മുറികളിലിരുന്ന് ഓർഡർ ഇടുക മാത്രമല്ല സർക്കാർ ചെയ്തത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ തീരപ്രദേശത്തെ ജനങ്ങളെ നേരിട്ടറിയാനെത്തി. തീരമേഖലയിലെ ജനങ്ങളുമായി സംവദിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിൽ മനസ്സിലാക്കുന്നതിനും പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമായി 47 കേന്ദ്രങ്ങളിൽ തീരസദസ്സ് സംഘടിപ്പിച്ചു. നമ്മുടെ തീരപ്രദേശങ്ങളെ മാലിന്യ വിമുക്തമാക്കുന്നതിനായി വകുപ്പൊരു യജ്ഞം തന്നെ പ്രഖ്യാപിച്ചു. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 482 കേന്ദ്രങ്ങളിൽ 20,000-ലധികം ജനങ്ങൾ പങ്കെടുത്ത് 175 ടൺ കണക്കിന് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. തീരദേശ മേഖലയിലെ ജനങ്ങളുമായി സംവദിക്കുന്നതിനും പരിഹരിക്കപ്പെടാതിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവലാതികൾ കേൾക്കുന്നതിനുമായി മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ 47 തീരദേശ മണ്ഡലങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത് നടത്തിയ തീരസദസ്സ് ശ്രദ്ധേയമായിരുന്നു എന്നത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 30,000-ഓളം പരാതികൾ ഇതിൻ്റെ ഭാഗമായി ലഭിച്ചു. അതിൽ മത്സ്യവകുപ്പുമായി ബന്ധപ്പെട്ട 90% പരാതികൾക്കും പരിഹാരം കണ്ടു. ഇതര വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. ഈ പരിപാടിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. നമ്മൾ 2022 പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വ്യാപകമായ ക്യാമ്പയിൻസ് നടത്തിയിരുന്നു. സോ ഐഡിയ ഓഫ് ദി ക്യാമ്പയിൻ ഈസ് ആക്ച്വലി, നമുക്കറിയാം മറൈൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് എ ബിഗ് കൺസേൺ. നമ്മൾ കരയിലുള്ള മാലിന്യ സംസ്കരണത്തിൽ കേരളം ഏകദേശം ഒരു ധാരണയും നമ്മൾ ഒരുപാട് പദ്ധതികളും ഒക്കെ വിഭാവനം ചെയ്യുകയും നടപ്പിലാക്കിയും വരുന്നു. സോ കടലോരത്തെയും കടലിലെയും മാലിന്യം എങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഈ പദ്ധതി ഉത്ഭാവനം ചെയ്തിട്ടുള്ളത്. 2024 ലോക ഫിഷറീസ് ദിനത്തോടനുബന്ധിച്ചുള്ള കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ലയുമാണ് കരസ്ഥമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ജലസേചന വകുപ്പ്, തൊഴിൽ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കിഫ്ബി, ഓഖി പാക്കേജ്, ലൈഫ് മിഷൻ,
RKI തുടങ്ങിയ ഏജൻസികളും വകുപ്പുകളും ഫിഷറീസ് വകുപ്പിനൊപ്പം ചേർന്ന് തീരസംരക്ഷണം അടക്കമുള്ള മേഖലയിലെ വികസനത്തിനായി 12,000 കോടിയിലധികം രൂപ ചെലവഴിച്ചു വരികയാണ്. ആഭ്യന്തര ഉത്പാദനത്തിൽ മത്സ്യമേഖലയുടെ പങ്ക് 2014-15 1.37% നിന്നും 23-24 എത്തുമ്പോൾ 1.51% വർദ്ധിച്ചിട്ടുണ്ട്. മത്സ്യകൃഷിയിലൂടെ ഉള്ള ഉൽപാദനം 30,000 ടണ്ണിൽ നിന്ന് ഇപ്പോൾ 41,000 ടണ്ണിലേക്ക് നമുക്ക് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സമാനതകളില്ലാത്ത പ്രവർത്തനത്തിലൂടെ നാടിന്റെ സേനയായവരെ എല്ലാ രീതികളിലും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കടൽ തീരത്തേക്കിറങ്ങി കടലിന്റെ മക്കളെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര മാർഗങ്ങളുമായി കേരള സർക്കാർ അവർക്കൊപ്പം തന്നെയുണ്ട്. ഇതോടൊപ്പം മത്സ്യകൃഷിയുടെ ഉൽപാദന വർധനവിനും ഗുണനിലവാരവും ഉറപ്പാക്കി മത്സ്യം ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്.